ഞാൻ മരിച്ചു, തിന്നും മരിച്ചു. ഇനിയൊന്നും വേണ്ടാന്നുള്ള ലെവലിൽ എന്റെ തീറ്റ കണ്ട് ഈ ചുറ്റുപാട് ഉള്ളവരൊക്കെ നോക്കാൻ തുടങ്ങി. ഹോട്ടലുകാർ അന്തിക്ക് നിൽക്കാൻ തുടങ്ങി. നമ്മള് അപ്പൊ കോഴിക്കോട് സിവിൽ സ്റ്റേഷന് മുമ്പിലുള്ള ശേഖർ ഫുഡ്സ് ആണ്. ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐനോ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. ചേട്ടാ മീൻകറി മതി. ഇത് എന്ത് മീനാ? അയലക്കറി. നല്ല തേങ്ങ അരച്ച അയലക്കറി കേട്ടോ. നമ്മൾ പപ്പടം, നമ്മുടെ സ്വന്തം പപ്പടം, ഫേവറേറ്റ് ആയിട്ടുള്ള പപ്പടവും ഇതാ മീൻകറിയും കൂടി ഇട്ട് കുഴച്ച് അയലയുടെ തലയാണ് കേട്ടോ. ഇവർക്ക് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടുന്നത്. പിന്നെ ഇവിടെ ഒരു കുക്കിംഗ് സ്റ്റൈലും അടിപൊളി. ചെമ്മീൻ കാന്താരി, ഇത് പുള്ളിയമൂറ്, പൊടിമാന്ത, ഐക്കൂറ, കേര, ഇത് ചെമ്മീൻ തവ ഫ്രൈ ആണ്. പിന്നെ ഇത് ബീഫ് ലിവർ, ബീഫ് കോക്കനട്ട് ഫ്രൈ, ഫിഷിനെ കഴിഞ്ഞ് കൂന്തള്, പിന്നെ നമ്മളൊരു വലിയ ഒരു ചമ്പല്ലി ഉണ്ട്. അമ്മൂറ് ഫ്രൈ, ഇത് കടുക്ക തവ ഫ്രൈ, ഇത് പൊടിമീൻ ഫ്രൈ. ക്യാൻസൽ ആക്കി എന്നാലും വീണ്ടും വന്നു. ഇതെന്താ സാധനം? അയക്കൂറ മസാലയോട് കൂടിയ അമ്മൂറ്. ഏത് മീനിന്റെ ആണെങ്കിലും തലയാണ് നമ്മുടെ വീക്ക്നെസ് കേട്ടോ. ഇതാ ഇങ്ങനെ എടുത്ത് അതിന്റെ കണ്ണൊക്കെ ഇങ്ങനെ എടുത്ത് പൊളിച്ച് അതിന്റെ മജ്ജയൊക്കെ ഇങ്ങനെ ചാടിച്ച്, തല നമ്മുടെ ഒരു വീക്ക്നെസ് ആണ്. എന്നും എൻ്റെ നൊസ്റ്റു ഫീല്, മലപ്പുറത്തിന്റെ ഓർമ്മ വരുന്ന കല്ലുമ്മക്കായ കടുക്ക ഫ്രൈ. അമ്മൂറിനോട് ഞാൻ കൂട്ടുകെട്ടി. എനിക്കിതാണ് കൂടുതൽ ഇഷ്ടമായത്. അയ്യോ, വെളിച്ചെണ്ണ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വെളിച്ചെണ്ണ കച്ചവടം ചെയ്തുകൊണ്ട് നമുക്കറിയാം നല്ല പക്ക നാടൻ സാധനമാണ് കേട്ടോ നമ്മുടെ മാന്തള്. അപ്പൊ അതെ നമ്മുടെ അനുവും മക്കളും എത്തിയിട്ടാ. അമ്മ ഓടി വരൂ. അനുവാ. അപ്പൊ ഈ 2 ദിവസമായിട്ട് മൊത്തത്തിൽ നമ്മൾ പറയുന്നില്ലേ, മുത്തച്ഛ എന്നെ പറഞ്ഞോളൂ. അതന്നെ അനു. ഞാന് എന്താ പറയാ, ആകെ വെപ്രാളമായി, കൊതിയായി, ആക്രാന്തമായി. രാവിലെയോ കല്ലുമ്മക്കായല്ലേ തിന്നേണേ, അമ്മൂറ്. ഇത് എന്നോട് തൊടരുത്, ഞാൻ തിന്നിട്ട് ആരും എടുക്കാൻ പറ്റുള്ളൂ. ഇത് അടുത്ത ഇതിലേക്ക് കിടക്കുകയാണ്. ഇവിടെ വെളിച്ചെണ്ണയാണ് ഇവിടെ ഹൈലൈറ്റ്. പിന്നെ ഫ്രഷ് മീന്, പിന്നെ ഇവരുടെ മുകളിലുള്ള ഈ മസാല ഉണ്ടല്ലോ, ഓ ഒരു രക്ഷയില്ല. അപ്പൊ അനുവിന്റെ ചാനലിന്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടേക്കാം. എന്നാലും ഒന്ന് പറയടി, എന്റെ സ്വന്തം കാര്യം ഒന്ന് പറ. അപ്പൊ കോഴിക്കോടത്തെ വിശേഷങ്ങൾ അറിയാനും കോഴിക്കോടത്തെ എവിടെ നല്ല ഫുഡ് കഴിക്കണം എന്നൊക്കെ അറിയാനും, നല്ല ഡ്രസ്സ്, നല്ല മേക്കപ്പ് സാധനങ്ങൾ ഓളെല്ലാം ചെയ്യും. എല്ലാം അവിടെ പോവാ, അവിയലാണ്. അതെ. അപ്പൊ ഇനി ഇത് കുറെ നേരം ഞാൻ ഇതുകൊണ്ട് പൊതി കുത്തുന്നു. ആ സംഭവം വല്ലപ്പോഴും ഐക്കൂറക്കൊക്കെ കുറച്ച് കാശ് മുടക്കാന്ന്. എന്താ ടേസ്റ്റ്. അപ്പൊ അതെ, ഇത് വിട്ടുപോയതാണ്. അനു വന്നിട്ടാണ് പറഞ്ഞത് എന്താണ് മൊരുവോ ഓയിസ്റ്റർ തന്നെ അങ്ങനെ പറഞ്ഞൂടെ? ഞാൻ ഒന്നും ചോറ് കൂട്ടിയിട്ടില്ലേ. ഇതല്ലേ ഈ പച്ചക്ക് തിന്നണ സാധനം അല്ലെ? കുറച്ച് ജസ്റ്റ് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇതിന്റെ ഒരു 100 ഇരട്ടി ടേസ്റ്റ് ഉണ്ട് ഈ സാധനത്തിന് അല്ലേ? പൊരിച്ചത് മാത്രമല്ല, ഭയങ്കര സോഫ്റ്റ്. ഇതാ നോക്കിക്കേ, സോഫ്റ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഇതാ ഇത് ശരിക്കും പച്ചക്ക്. നമ്മുടെ നിസാം ബ്ലോഗ്സ് ഒക്കെ പച്ചക്ക് തിന്നണ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മൂരിനെക്കാളും ഇഷ്ടമായി കല്ലുമ്മക്കായ. ഇത് പിന്നെ നമ്മുടെ നാടനാട് ആണ്. കല്ലുമ്മക്കാനേക്കാളും എനിക്ക് ഇഷ്ടമായത് ഐക്കൂറ. ഈ 4 എണ്ണത്തിനേക്കാളും എനിക്ക് ഇഷ്ടമായത് മൊരു. ഇനി ഒരു സാധനം കൂടെ വന്നിട്ടുണ്ട്, തരൂ. അന്നമ്മ കാന്താരിയുടെ ബ്രാൻഡ് അംബാസഡർ ആണ്. അപ്പൊ ഇവിടെ പച്ച കാന്താരിയുടെ ഒരു സാധനം വരുമ്പോൾ നമ്മൾ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാന്താരി കൂടുതലുള്ള എടുക്കുക അല്ലെ? കാന്താരിയും കറിവേപ്പിലയും കൂടെ ഉണ്ട്. ആ ഗ്രേവിയിൽ ഇങ്ങനെ ഒന്ന് മുക്കി തോർത്തി. തൊട്ടടുത്തിരിക്കുന്ന അവസ്ഥ, ഒരു സാധനവും ചോറിന്റെ കൂടെ മിക്സ് ചെയ്യാതെ തന്നെയാണ് തിന്നത് കേട്ടോ. അതിന്റെ വൈബ് അതാണ്. ആംബുലൻസ് പിടിക്കേ, എന്റെ പാലക്കാട് എടുക്കേ. കോഴിക്കോട് വന്നിട്ട് ഇനി ഭക്ഷണം കിട്ടില്ല എന്ന് പറയരുത്. ഇത് വല്ലാത്തൊരു കിട്ടലായിപ്പോയി മുത്തേ. ഇതിപ്പോ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. സിവിൽ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് കോഴിക്കോട്. ഇവിടുത്തെ തിരക്കും ബഹളം കൊണ്ടിട്ട് സത്യത്തിൽ എനിക്ക് ആദ്യം ഓടാൻ തോന്നി. പക്ഷെ അടുത്തിരിക്കുന്ന ആള് കഴിക്കുന്ന മണം ഇങ്ങോട്ട് അടിച്ചപ്പോ ഞാൻ വിചാരിച്ചു അനു, ഇത് മാത്രമല്ല നീ തന്നിട്ടുള്ള എല്ലാ സജഷൻസും സൂപ്പർ ആയിരുന്നു. പക്ഷെ ഏറ്റവും ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിരുന്നു. ഇതൊരു രക്ഷയില്ല. അപ്പൊ കോഴിക്കോടുള്ളവർ മാത്രമല്ല, കോഴിക്കോടിനോട് പുറത്തുള്ളവർ, നമ്മൾ ഏകദേശം ഒരു 3 ഫുഡ് ബ്ലോഗ്സ് ഇട്ടുണ്ട്, കാണാൻ വേണ്ടി വരിക. ഇനി എന്തേലും കുറവുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്പോട്ടിൽ വ്യത്യാസവും കുറവും ഉണ്ടെങ്കിൽ നേരെ ഈ താരത്തിന്റെ കയറി നോക്കുക. ഫുള്ള് തീറ്റയാണ്. അത്യാവശ്യം എല്ലാ ചെറിയ സ്പോർട്സും കണ്ടുപിടിക്കുന്ന അനുവാണ്. ചെറിയ സ്പോട്ടുകൾ അതെന്ത് ചെയ്യും ആളുകൾ എടുത്ത്. ആ മജീദ് ഖാന്റെ കണ്ടുപിടിച്ചു, പിന്നെ ഇപ്പൊ സിമിയുടെ കണ്ടുപിടിച്ചു. എന്നിട്ട് മറ്റുള്ളവർ അത് കണ്ട് അത് പിന്നെ വൈറലാണ്. ഇത് പിന്നെ ഓൾറെഡി അല്ലേ ഭയങ്കര ഫേമസ് ആണ്. ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. കോഴിക്കോടുകാരുടെ ഈ വലിയ സ്നേഹത്തിന് മുമ്പിൽ ലിപ്സ്റ്റിക് ആയ ഇല്ല. ഞാൻ തിന്നും മരിച്ചു കേട്ടോ.
ഇനി ഒന്നും വേണ്ടാന്നുള്ള ലെവലിൽ എന്റെ തീറ്റ കണ്ട് ഈ ചുറ്റുപാട് ഉള്ളവരൊക്കെ നോക്കാൻ തുടങ്ങി, ഹോട്ടലുകാർ അന്തിച്ച് നിൽക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കൊരു സ്പെഷ്യൽ കോംപ്ലിമെന്റ് ആയിട്ട് കൊണ്ടുതന്നാണ് ആവോലി കാന്താരിയിലും വെളിച്ചെണ്ണയിലും ഒക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ മസാല ഇട്ടിട്ട് തവ എന്താ പറയാ ഫ്രൈ അല്ല കേട്ടോ. എന്റെ ആ മസാല കണ്ടിട്ട് തന്നെ എന്റെ കിളി പോയിട്ടുണ്ട്. ചോറ് ഇനി തിന്നാൻ പറ്റില്ല, ഞാൻ എന്താണെങ്കിലും തിന്നോട്ടെ. ആവോലിയൊക്കെ ആ ഒരു രീതിയിൽ തിന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ദൈവമേ മുള്ളിന്റെ ഇടയിൽ പെടല്ലേ, പെട്ടതിന്റെ കാര്യം തീരുമാനം ആവേ. എരിവ് ചൂട് ടേസ്റ്റ്. സത്യത്തില് പാലക്കാടുകാരി അന്നമ്മയ്ക്ക് പറ്റിയ കോമ്പറ്റീറ്റീവ് ആരാന്നറിയോ? കോഴിക്കോടുകാരാണ്. എരിവിലും രുചിയിലും മീനിലും. ഇത് കണ്ടോ, ഇത് ചിന്ന മുട്ടയാണ്. ചിന്ന മുട്ട, അതായത് കോഴി പെടക്കോഴീനൊക്കെ കൊല്ലുമ്പോ അതിന്റെ ഉള്ളിലെ മുട്ടയും കുഞ്ഞുമുട്ടയും. അപ്പൊ വലിയ മുട്ട അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിന്റെ ചിന്ന മുട്ടയും ഒരു കുഞ്ഞുമുട്ടയും കൂടെ തട്ടി വെക്കാം കേട്ടോ. പൊറോട്ടയുടെ കൂടെ നല്ല അടിപൊളി വെക്കും. ഫ്രഷ് ചെമ്മീനാണ് കേട്ടോ. നോക്കിക്കേ, മീനും മസാല തേച്ച് 2-3 മണിക്കൂർ അവർ വെക്കുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എൻ്റെ കണ്ണൊക്കെ നോക്കി അറിയാം നല്ല ഫ്രഷ് മീനാണ്. എന്തിനാ തിന്ന് കാണിച്ചല്ലോ അല്ലേ. നമ്മൾ അടുക്കളയിലൊക്കെ കയറി നോക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം അത്യാവശ്യം എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലും നല്ല നീറ്റും നല്ല നാടൻ രീതിയിലാണ് പാചകം. ഇതാണ് ഇവരുടെ എല്ലാ മീനിന്റെ മുകളിലുള്ള മസാല. ഇത് തേങ്ങയുണ്ട്, ചെറിയുള്ളി ഉണ്ട്, കറിവേപ്പില ഉണ്ട്, കാന്താരി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, എല്ലാ സംഭവം കൂടെ ഒരു സാധനമാണ്. ഇതാണ് ഇവരുടെ ഹൈലൈറ്റ് കേട്ടോ. ഒരു രക്ഷയില്ല. കൂടിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്, നമുക്കൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ.